സ്വർണ്ണവില അതിങ്ങനെ ഹെഡ് വെയിറ്റ് കൂട്ടി ഇങ്ങനെ കൂടി പോകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയ ആഭരണങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് മലയാളികളൊക്കെ. അപ്പോൾ അതൊരു മാറ്റം കൂടിയാണ്. ഈ കൂടിയും കുറഞ്ഞുമുള്ള സ്വർണ്ണവിലയിൽ എന്താണ് പൊതുജനത്തിന് പ്രതികരിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് പെമ്മക്കളുള്ളവർക്കൊക്കെ. എന്ത് ചെയ്യുന്ന സ്വർണം വാങ്ങിക്കാതിരിക്കുക, മക്കൾക്ക് കൊടുക്കാതിരിക്കുക, വസ്തു അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക. എന്ത് ചെയ്യാൻ പറ്റും? സാറേ, സ്വർണ്ണത്തിൻ്റെ വില കൂടുമ്പോൾ സാധാരണക്കാരനാണ് പ്രശ്നം. വൻപേട്ട് പാർട്ടികൾക്കൊന്നും പ്രശ്നമില്ല. കാര്യം അവരെ കാശുണ്ട്, അവർക്ക് വാങ്ങാം. 10 പെണ്ണുങ്ങൾ രംഗത്ത് വരണം, ഞങ്ങൾ സ്വർണം വേണ്ട, ഞങ്ങൾക്ക് വെള്ളി മതി എന്നും പറഞ്ഞ് 10 പേർ ഇറങ്ങി നിൽക്കട്ടെ. എവിടെയെല്ലാം ആരെല്ലാം വെള്ളി മാറിയാനാ? പിന്നെ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. ഇപ്പം നിവൃത്തിയില്ല എന്ന് വെച്ചാൽ കൂടി കൊണ്ടുപോകുമല്ലേ. നമ്മളെ കണക്ക് സാധാരണക്കാർക്ക് ഒരുപാട് ബാധ്യത. കാര്യം പെൺപിള്ളേരുള്ളവരൊക്കെ ഇനി എന്തു ചെയ്യും? കോടതി പറയുന്നത് സ്ത്രീധനം വേണ്ടെന്ന്, പക്ഷെ രഹസ്യമായിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഒരു 10 പവൻ്റെ സ്വർണ്ണമെങ്കിലും ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കുമ്പോൾ കൊടുക്കണ്ട, പക്ഷെ അത് കിട്ടുന്നില്ല. ഈ വിലയ്ക്ക് എങ്ങനെ ആൾക്കാർ മുന്നോട്ട് പോകും? ഒരു പാവപ്പെട്ട ഒരു പെങ്കൊച്ചിന് 10 പവൻ കൊടുക്കണമെങ്കിൽ അവർ എത്ര ലക്ഷം ഉണ്ടാക്കിയാൽ പറ്റും? ആരെല്ലാം കയ്യിൽ നിന്ന് കടം മേടിച്ചാൽ പറ്റും? 10 പവനും പോയിട്ട് 2 പവൻ കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് എപ്പോഴും. ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക. സാധാരണക്കാരെ മക്കളെ ഒന്നും കെട്ടിച്ചു വിടാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. സ്വർണ്ണം ഇട്ട് സ്വർണ്ണം ഇല്ലാതെ കല്യാണം കഴിക്കാമല്ലോ. വേറെ ഓപ്ഷൻ നോക്കണം. പാവപ്പെട്ടവർക്കൊന്നും മേടിക്കാനുള്ള ഒരു ഇത് പറ്റുന്നില്ലല്ലോ ഇപ്പം.